വളരെ സ്വാദിഷ്ടമായ ഒരു പഴം പുതപ്പിച്ചതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ, കുറച്ച് മാത്രം ചക്കപ്പഴം നുറുക്കിയത്, ഒരു ഏത്തപ്പഴം ചെറുതായി കട്ട് ചെയ്തത്, 2 ടീസ്പൂൺ പഞ്ചസാര, ബട്ടർ, ഏലക്കാപ്പൊടി, ഇത് 1 ടീസ്പൂൺ അളവിൽ ഇടിയപ്പത്തിൻ്റെ പൊടിയാണിത്. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചതിൻ്റെ പകുതി ബട്ടർ ചേർക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഏത്തയ്ക്ക അരിഞ്ഞു വെച്ചതും കൂടെ ചേർക്കാം. അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി ചക്കപ്പഴവും കൂടെ ചേർക്കാം. എല്ലാം കൂടി ഒന്ന് ബട്ടറിൽ കിടന്നൊന്ന് വരണ്ട് വരണം. ഇനി അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ബട്ടറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടെ ചേർക്കാം. ബട്ടറും പഞ്ചസാരയും കൂടെയൊക്കെ ഒന്ന് നല്ലതുപോലെ മെൽറ്റായി വന്നു കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പാലിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് ഒന്ന് നല്ലതുപോലെ കട്ടകളില്ലാതെ എടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് ഇളക്കാം. ഇനി നമ്മൾ കലക്കി വെച്ച ആ തേങ്ങാപ്പാൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന അല്പം ഏലക്കാപ്പൊടി അതും കൂടെ നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ പെട്ടെന്ന് തന്നെ കുറുകി വരും. അരിപ്പൊടി നമ്മൾ അല്പം ചേർത്തേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി വരും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ സ്വാദിഷ്ടമായ പഴം പുതപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല കോമ്പിനേഷനാണ്. വെറുതെ കഴിക്കാനും നല്ലതാണ്. താങ്ക് യു.